സ്വാഭാവികമായി തരൂര് ലീഡ് വരുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ് എന്ന് തന്നെയാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഇത്തവണയും തീരം കാക്കും എന്ന് വേണം, തീരദേശം കാക്കുന്നു വിശ്വപൗരനെ എന്ന് വേണം മനസ്സിലാക്കാൻ. വി അരുൺ, ഇനി വോട്ടെണ്ണൽ ഇതാ ഇപ്പോൾ ചിത്രം പാടെ മാറിയിരിക്കുന്നു. 10,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5,000-ലേക്ക് താഴുന്നു, അതിനെ മറികടക്കുന്നു. ഇപ്പോൾ 10,000-ത്തിനടുത്ത് ലീഡിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നു. ഇനി അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടോ BJP ക്യാമ്പിന്? BJP ക്യാമ്പിൽ നിന്ന് BJP നേതാക്കളെ ഇവിടെ കാണുമ്പോൾ അവരിൽ നിന്ന് സംസാരിക്കുക മനസ്സിലാകുന്നു അത്ര വലിയ പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരന് ഇല്ല എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് കണക്ക് കൂട്ടിയ പോലെ, കോൺഗ്രസ് പ്രതീക്ഷ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഉണ്ടായ ലീഡ് 20,000 വരെ എത്തിയാൽ ആ റൗണ്ട് എത്തുമ്പോൾ 8 റൗണ്ടൊക്കെ എത്തുമ്പോൾ 20,000 വരെ ലീഡ് വന്നാലും പേടിക്കാനില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു. അത് അതേപടി വന്നു. പക്ഷേ അവിടെ 23,000 കടന്ന് 25-നടുത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് പോയപ്പോഴാണ് കോൺഗ്രസ് ക്യാമ്പ് ഒന്ന് പകച്ചത്. പക്ഷേ അതിനുശേഷം വളരെ കൃത്യമായി തന്നെ മറ്റു സ്ഥലങ്ങളിൽ തീരദേശ മേഖല അടക്കമുള്ള കോൺഗ്രസിന്റെ ശക്തി മേഖലകളിൽ, UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ വോട്ട് പിടിക്കാൻ തരൂരിന് കഴിഞ്ഞു. നേരത്തെ നമ്മൾ അവിടെ സൂചിപ്പിച്ചതുപോലെ തീരം കാക്കുകയാണ് ശശി തരൂരിനെ ഈ 3ാം തവണയും. ആദ്യ തവണ അദ്ദേഹം അനായാസം ജയിച്ചുപോയി. എന്നാൽ 2014-ലും 2019-ലും തീരമേഖല, പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങൾ തരൂരിനെ അക്ഷരാർത്ഥത്തിൽ താങ്ങി നിർത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ മേഖലയിലെ വലിയൊരു വോട്ട് വിഹിതം തരൂരിലേക്ക് വന്നു. ഇത്തവണയും അത് അതേപടി സംഭവിച്ചു. അത് പന്നിന്റെ ബിന്ദറിലേക്ക് കൂടി ഭാഗം വെച്ചു പോകുമെന്ന ആശങ്കയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്നത്. BJPയും അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകൾ, തീരമേഖലയിലെ വോട്ടുകൾ പന്നിന്റെ ബിന്ദൻ കൂടി ക്യാൻവാസ് ചെയ്താൽ അത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു BJP കേന്ദ്രങ്ങൾക്ക്. പക്ഷേ അതുണ്ടായില്ല. തീരവും ന്യൂനപക്ഷങ്ങളും ഇത്തവണയും ശശി തരൂരിനൊപ്പം നിന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അത് തന്നെയാണ് ശശി തരൂരിന്റെ ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് കാരണം. ഇനി തരൂർ പിന്നിൽ പോകേണ്ട സാധ്യത വിരളമാണ്. എങ്കിലും തീരമേഖലകളിൽ കൂടി രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പ്രവർത്തനവും വളരെ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷ ഇപ്പോഴും BJP കേന്ദ്രങ്ങൾക്കുണ്ട്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ സന്തോഷത്തിന്റെ അന്തരീക്ഷമല്ല BJP ക്യാമ്പുകളിലും കൗണ്ടിംഗ് സെന്ററിന് പുറത്തേക്ക് വരുന്ന BJP നേതാക്കളുടെ ശരീരഭാഷയിലും ഉള്ളത്. തരൂരിനെ ഒരിക്കൽ കൂടി എന്നതാണ് അരുൺ നൽകുന്ന സൂചന. ഇനി ഇത് മാറി മറിയാനുള്ള സാഹചര്യം വിരളമാണ് എന്ന് തോന്നുന്നു. ഏറ്റവും ശക്തമായ മത്സരം രാജീവ് ചന്ദ്രശേഖർ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് പരാജയത്തിലേക്ക് പോകേണ്ടി വരുന്ന സാധ്യതയാണ് ഇപ്പോൾ അവിടെ വി അരുണും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. UDF ക്യാമ്പിൽ വലിയ ഉണർവാണ് ശശി തരൂരിന്റെ തിരിച്ചുവരവ് നൽകുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും എതിർക്കുന്ന ശബ്ദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഏറ്റവും നന്നായി ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന, ഏറ്റവും നന്നായി സംസാരിക്കുന്ന നേതാവിനെ ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് വലിയ നഷ്ടമാകും എന്ന് കോൺഗ്രസിന് കൂടി ശശി തരൂരിന്റെ ലീഡ് 10,000-ത്തിനടുത്തേക്ക് എത്തുമ്പോൾ അത് വിജയത്തിലേക്ക് എങ്കിൽ പോലും അത് വിജയത്തെ മറികടക്കുന്ന ഒന്നായിരിക്കില്ല എന്നാണ് UDF ക്യാമ്പ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത്തവണ ഒരിക്കൽ കൂടി മണിക്കൂറുകളോളം ആശങ്കയുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തവണയും UDF ക്യാമ്പിൽ നിന്ന് തന്നെ ശശി തരൂർ തന്നെയാകും തിരുവനന്തപുരത്തിന്റെ MP എന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 2 അംഗങ്ങളെ അയക്കാമെന്ന NDAയുടെ മോഹങ്ങൾ കൂടിയാണ് ശശി തരൂരിന്റെ വിജയത്തോടുകൂടി പൊലിയുന്നത്. അപ്പോഴും അതിശക്തമായ മത്സരം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് വിലയിരുത്തേണ്ടി വരുന്നു. ആറ്റിങ്ങലിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നത്. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് 2000-ൽ താഴെ എന്ന നിലയിലേക്ക് ലീഡ് ആറ്റിങ്ങലിൽ നിലനിൽക്കുമ്പോൾ 1377 വോട്ടിന്റെ ലീഡാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനുള്ളത്. ഏറ്റവും ഒടുവിലെ ടാലി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 20 സീറ്റുകളിൽ UDF ഇപ്പോഴിതാ 18 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ആലത്തൂർ മാത്രമാണ് ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഏക സീറ്റ്. രമ്യ ഹരിദാസിന് തിരിച്ചടി നേരിടുന്നു. 12,000-ത്തിലധികം വോട്ടിന്റെ ലീഡിൽ ആണ് ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ കോട്ടയായിരുന്നു. അവിടെ അന്നുണ്ടായത് ഒരു യാദൃച്ഛിക സംഭവം മാത്രമാണ്.
രമ്യയുടെ വിജയം എന്നത് വേണം മനസ്സിലാക്കാൻ. ഇടതു കോട്ട തിരിച്ചു പിടിക്കുന്നു രാധാകൃഷ്ണനിലൂടെ ഇടതുപക്ഷം എന്ന് വേണം മനസ്സിലാക്കാൻ. രേണുക, നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ആ കനൽ കെടുത്തിയതിന്റെ ദൃശ്യങ്ങളാണ്. ആലപ്പുഴയിലെ കനൽ കെടുത്തിയതിന്റെ, ആലപ്പുഴ തിരിച്ചു പിടിച്ചതിന്റെ, KC വേണുഗോപാലിന്റെ വിജയത്തിന്മേലുള്ള ആഘോഷക്കാഴ്ചകളാണ് ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ അങ്ങനെ വലിയ ആവേശത്തിലേക്ക് പോകുന്നു UDF ക്യാമ്പ്. ഒരുപക്ഷെ ദേശീയ തലത്തിലും വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം നേടുമ്പോൾ അത് അധികാരത്തിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ ആയി എന്നത് തീർച്ചയായും കേരളത്തിലെ UDF പ്രവർത്തകർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആഹ്ലാദത്തിന് വഴിവെക്കുന്ന ഒന്നാണ്. തിരുവനന്തപുരം ഇപ്പോഴും UDFന് അനുകൂലം തന്നെയാണ്. ആ മണ്ഡലം കൈവിട്ടു പോകുന്നില്ല എന്ന് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നു. 10,000-ന് അടുത്ത് ലീഡ് നിലനിർത്താൻ സാധിക്കുന്നു. അത് ഒരുപക്ഷെ 15,000-നും 20,000-നും ഇടയിലേക്ക് ഉയർന്നേക്കും എന്നതാണ് KPCC ആസ്ഥാനത്ത് നിന്നുള്ള കണക്കുകൂട്ടൽ. അവിടെ നിന്ന് ഡാൻ കുര്യൻ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോഴും UDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള MP ആയി തെരഞ്ഞെടുക്കപ്പെടുക. ഇനി 8 റൗണ്ടുകളാണ് തിരുവനന്തപുരത്ത് ബാക്കിയുള്ളത്. തിരുവനന്തപുരത്ത് 8 റൗണ്ടുകൾ ബാക്കി നിൽക്കുകയാണ്. ഈ 9,766 എന്നുള്ള, ക്ഷമിക്കണം, 9,668. അത് പിന്നെ കൂടി 9,766 അതെത്തുന്നു. അല്പം കൂടി ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, 8 റൗണ്ടുകൾ തിരുവനന്തപുരത്ത് ബാക്കിയുണ്ടെന്ന് ഓർക്കുക. 8 റൗണ്ടുകൾ. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രതിനിധികൾ ഡാനും VV അരുണും പറഞ്ഞതുപോലെയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് വേണം തോന്നാൻ. അങ്ങനെയാണെങ്കിൽ പ്രകാശ് ജാവ്ദേക്കറുടെ ആ ചിരി ഒന്ന് മങ്ങും, ഒരു ചിരി ഉണ്ടാകും, ഇരട്ട ചിരി ഉണ്ടാകില്ല. തിരുവനന്തപുരത്തിൽ 8 റൗണ്ട് ബാക്കിയാണ്, കാത്തിരിക്കേണ്ടി വരും. 8 റൗണ്ട് എണ്ണാനുണ്ട്. അപ്പോഴും ഈ 8 റൗണ്ടുകൾ എന്നത് തീരപ്രദേശത്ത് നിന്നുള്ള ഉൾപ്പെടെയാണ് എങ്കിൽ അത് വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ BJPക്ക് പ്രതീക്ഷയുള്ള ഇടങ്ങളിലല്ല ഇനി വോട്ടെണ്ണം നടക്കാൻ പോകുന്നത് എന്നതുകൂടിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ തീരപ്രദേശങ്ങളായിരുന്നു. അവിടെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് നൽകുകയും അത്തരത്തിലുള്ള ഇടപെടലുകൾ വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു രാജീവ് ചന്ദ്രശേഖർ. പക്ഷെ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. തരൂരിനോടുള്ള വിശ്വാസം അവർ ഊട്ടി ഉറപ്പിക്കുന്നു. അത് ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ്. ശശി തരൂരിന് ഇനിയൊരു തിരിച്ചുപോക്കിന് സാഹചര്യം ഉണ്ടാകില്ല. ഈ ലീഡ് നില ഉയർത്തുക തന്നെയാകും ശശി തരൂർ ചെയ്യുക എന്നതാണ് ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പ് വിശ്വസിക്കുന്നത്. 2014 ആവർത്തനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ KPCC ആസ്ഥാനം ഇപ്പോൾ സന്തോഷത്തിലാണ്. എന്തായാലും അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. 8 റൗണ്ട് ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്ന വിവരം അവിടെ നിന്ന് വരുന്നു. അതേസമയം നേരിയ ലീഡ് മാത്രമാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനുള്ളത്. അവിടെ എന്ത് സംഭവിക്കുമെന്നതും കാത്തിരുന്ന് തന്നെ കാണണം. ഇടതുപക്ഷത്തിന് ഏക ആശ്വാസം ആലത്തൂർ മാത്രമാണ്. അവിടെ ഒരു സീറ്റിൽ മാത്രമാണ് LDFന്റെ ലീഡ്. 18ഇടത്ത് UDF, ഒരിടത്ത് BJP, ഒരിടത്ത് LDF എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കഴിഞ്ഞ തവണ 19-1 എന്ന നിലയിൽ നിന്നാണ് NDA ഒരു സീറ്റ് നേടുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാനം മാറിയിരിക്കുന്നത്. റൈറ്റ്, തൃശ്ശൂരിൽ വിജയക്കൊടി പാറിച്ചതോടുകൂടിയാണ് NDAക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇരട്ടച്ചിരി ഉണ്ടാകും കേരളത്തിൽ നിന്നായിരുന്നു BJPയുടെ ദേശീയ നേതൃത്വം അവകാശപ്പെട്ടത് എങ്കിൽ അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ മങ്ങുന്നത്. തിരുവനന്തപുരത്തെ വിട്ടു നൽകാൻ തീരദേശവാസികൾ ഒരുക്കമല്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്നു. അവർ ശശി തരൂരിനെ തന്നെ അനുകൂലിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി 8 റൗണ്ടുകൾ മാത്രം ശേഷിക്കെ തരൂർ സത്യപ്രതിജ്ഞ ജൂൺ 6-ന് തീരുമാനമായിരിക്കുന്നു. ആന്ധ്രയിൽ നായിഡുവിന്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. NDA കൂടുതൽ ശക്തമാകുന്നു. സത്യപ്രതിജ്ഞ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അമിത്ഷായും പ്രധാനമന്ത്രിയും ചന്ദ്രബാബു നായിഡുവിനെ അഭിനന്ദിച്ചിരിക്കുന്നു ഈ വിജയത്തിൽ എന്ന വാർത്തകൾ വരുന്നു. അവിടെ YSRCP വെറും 19ലേക്ക് ചുരുങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഈ വാരാണസിയിലെ കണക്കിലേക്ക് കൂടി ഇത് പോവുകയാണ്. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1,17,000-ലധികം ഭൂരിപക്ഷം ലീഡ് നിലനിർത്തുകയാണ്. പക്ഷേ ഒരു കാര്യം പറയണം, എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി 3 ലക്ഷത്തിലേറെ വോട്ട് പിടിച്ചു. അതായത് കഴിഞ്ഞ തവണത്തെ നോക്കുമ്പോൾ 10 മടങ്ങ് വോട്ട്
വോട്ട് കൂടുതൽ നേടി എന്നുള്ള ഒരു കണക്ക് വരുന്നുണ്ട്. പക്ഷെ അതെന്താണെങ്കിലും ക്ഷീണമാണ് രണ്ട് ചോദ്യമാണ്. വാരണാസിയിൽ കുറഞ്ഞ വോട്ട്, ഉത്തർപ്രദേശിൽ പോയ സീറ്റുകൾ, ഇതിനെല്ലാം ഉത്തർപ്രദേശിൽ വേണ്ട രീതിയിൽ പ്രതിഫലിച്ചോ എന്നുള്ള സംശയം ഉയരില്ലേ? സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ടും മോദിക്കടക്കം കുറഞ്ഞ വോട്ടുകൾ അതിൽ ചർച്ചയാകാതിരിക്കില്ല. കഴിഞ്ഞ തവണ നേടിയ 6 ലക്ഷം വോട്ട് ഇത്തവണ 10 ലക്ഷം ആക്കണം എന്നതായിരുന്നു ബിജെപിയുടെ ഉദ്ദേശം, അതായിരുന്നു വെച്ചിരുന്ന ലക്ഷ്യം. പക്ഷേ അവിടെ വോട്ട് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നത് എൻഡിഎയുടെ ശക്തി പ്രകടനം എന്ന നിലയിലായിരുന്നു. എല്ലാ എൻഡിഎ നേതാക്കളെയും കുട്ടി ശക്തി പ്രകടനമായാണ് പ്രധാനമന്ത്രി മോദി വാരണാസിയിലെത്തിയത്. ഒന്ന് ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോൾ 36 സീറ്റ് എസ് പിക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. 33 സീറ്റ്. മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് അവിടെ 42 സീറ്റ് ആകെ മൊത്തം ലഭിക്കുമ്പോൾ എൻ ഡി എക്ക് ആകെയുള്ളത് 36 സീറ്റ് മാത്രമാണ്. 36 സീറ്റ് മാത്രമാണ് എൻ ഡി എക്ക് ലഭിച്ചത്. അവിടെ കൃത്യമായും യു പിയിൽ എൻ ഡി എ തിരിച്ചടി നേരിട്ടു എന്നുള്ള ഒരു 64 നിന്നാണ് ഈ നിലയിലേക്ക് പോയിരിക്കുന്നത്. SP ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായി രാജ്യത്ത് ഉയർന്നു വരുന്നതും യു പി കാണിച്ചു തരികയാണ്. പ്രധാനമന്ത്രി ശശി തരൂർ 10,000 കടന്നിരിക്കുന്നു. ലീഡ് മാറി.